ബഹുമാനിരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹു ചോദിക്കുകയാണ്, വമൻ അഹ്സനു ഖൗലൻ, നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ഏതാണ് ആ നല്ല വാക്ക്? മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും വഅമിലു സ്വാലിഹ്, അതുപോലെ തന്നെ സൽപ്രവൃത്തികൾ ചെയ്യുകയും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്ന ചോദ്യമാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. വഖാല ഇന്നനി മിനൽ മുസ്ലിം, അതാണ് ഒരു വിശ്വാസിയുടെ ആത്മാഭിമാനത്തിന്റെ അടയാളം എന്ന് പറയുന്നത്. നമ്മൾ ഏത് കാര്യത്തിനോടാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ആ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും, അത് നമ്മൾ പ്രകടമാക്കിക്കൊണ്ടേയിരിക്കും. കാരണം അതിനോടുള്ള ഇഷ്ടമാണ് നമ്മെ അത് കാണിക്കുന്നത്. എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അത് പരമാവധി മൂടിവെക്കാനാണ് നമ്മൾ ശ്രമിക്കുക. ഇവിടെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്, ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ പല ആളുകളും മുന്നോട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല, പല സന്ദർഭങ്ങളിലും പല സ്ഥലത്തും പല സാഹചര്യങ്ങളിലും ഞാൻ എങ്ങനെ ഒരു മുസ്ലിം അല്ല എന്ന് തെളിയിക്കാൻ കഴിയുമെന്നാണ് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ഇതിലൊന്നും പെട്ടതല്ല എന്ന രീതിയിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും, എങ്ങനെ സംസാരിക്കാൻ പറ്റും, എങ്ങനെ വേഷം ധരിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ വർത്തമാനകാല സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ വേഷത്തിൽ അത് കാണാൻ പറ്റും, ഇസ്ലാമികമായ ശിആറുകളിൽ അത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്ന ഒരു ബൈനറി ഇന്ന് സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ പിന്നിലും ഇങ്ങനെ ഒരു ആശയ പരിസരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ പ്രാക്ടീസ് മുസ്ലിമും പ്രാക്ടീസ് ചെയ്യാത്ത മുസ്ലിമും എന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. അതായത് മുസ്ലിമായി നിൽക്കും വേണം, എന്നാൽ ഇസ്ലാമിക വിശ്വാസവും അതിന്റെ വേഷവും അതിന്റെ ചിഹ്നങ്ങളും അതിന്റെ സംസ്കാരങ്ങളും അതൊന്നും എടുക്കാൻ താല്പര്യമില്ല. ഈ രീതിയിലേക്കുള്ള ഒരു സാഹചര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എളുപ്പമാണ്, ഒരാൾ മതം മാറുക, മതത്തിന് പുറത്തു പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്. അത് കുടുംബത്തിൽ പ്രശ്നമാണ്, സമൂഹത്തിൽ പ്രശ്നമാണ്. അപ്പൊ പിന്നെ ഞാനൊരു പ്രാക്ടീസ് മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പരിക്കുണ്ടാക്കൂല. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഇസ്ലാമിക വിശ്വാസം ചോർന്നു പോകൽ തന്നെയാണ്. എന്നിട്ട് പിന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോ ഞാൻ ഇതിലൊന്നും പെട്ടതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ ചുറ്റുപാടിലുണ്ട്. ഇതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ നിരവധിയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ അപകർഷതാബോധം തന്നെ. അതായത് ഞാൻ മുസ്ലിമാണെന്ന് പറയാനുള്ള ഒരു ആത്മാഭിമാന ബോധമില്ലായ്മ, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതാണ് ഒരു വിഷയം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിക് സാഹചര്യത്തെ എങ്ങനെ പ്രതിരോധിക്കും എന്നതിലുള്ള ആശയക്കുഴപ്പമാണ് പല ആളുകൾക്കും ഉള്ളത്. ഇന്ന് നമുക്കറിയാം, ഇസ്ലാം ഭീതി, ഇസ്ലാം പേടി, അതിനാണ് ഇസ്ലാമോഫോബിയ എന്ന് നമ്മൾ പറയുന്നത്. അത് ഇന്ന് വ്യാപകമാണ്. അതായത് മുസ്ലിങ്ങൾ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു കുഴപ്പക്കാരാണ്, മോശക്കാരാണ് എന്ന ഒരു ചിത്രീകരണം ഇന്ന് പൊതുവെ ഉണ്ട്. അത് ചില ആളുകൾ അജണ്ട ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇവിടുത്തെ മുസ്ലിം സാമാന്യ ജനങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം? ഈ വിഷയത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. രണ്ട് ആശയങ്ങളാണ് ഇന്ന് ഇവിടെ ഉള്ളത്. ഒന്ന്, ചില ആളുകളെ ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ആ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നിന്നു കൊടുക്കുക, അതിനനുസരിച്ച് ജീവിച്ചു കൊടുക്കുക. അപ്പൊ അവര് പറയണത്, നിങ്ങളെ താടി കുറച്ച് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ താടി വെട്ടിക്കോളാം, അത് താടി വെട്ടിയാലും പോരാ, നിങ്ങൾ പഠിച്ചോളാം. അതേപോലെ നിങ്ങളെ പർദ്ദ കുറച്ച് പ്രശ്നമാണ്, നിങ്ങൾ പർദ്ദ ഒഴിവായിക്കോളാം. നിങ്ങൾ എപ്പോഴും നിസ്കരിക്കുമ്പോൾ ഇവിടെ ഒരു തഴമ്പുണ്ട്, ആ തഴമ്പ് കണ്ട നിങ്ങൾ മുസ്ലിമാന്ന് തോന്നുന്നു, ഞാൻ നിസ്കരിക്കുമ്പോൾ സുന്നിന്റെ ആടെ അമർത്തി തല വെക്കാന്നോളാം. അതെന്താണോ പ്രശ്നം അതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഇസ്ലാമോഫോബിക്ക് ഇപ്പൊ ആ സാഹചര്യത്തിൽ നിന്ന് മാറാമെന്നാണ് ചില ആളുകൾ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതല്ലല്ലോ ഇതിന് ശരി.
ഞാൻ ആരാണ്, എന്താണ്. ഇപ്പൊ ഏതാണോ സംശയം, ആ സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടത്. എന്തിനാ നിങ്ങൾ താടി വെച്ച്? താടി റസൂലുള്ളാഹിന്റെ സുന്നത്താണ്, അത് സുന്നത്തിന്റെ ഭാഗമായിട്ട് വെച്ചതാണ്. താടി വെച്ച ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ അത് ഞങ്ങൾ ഉത്തരവാദിത്തമല്ല. കാരണം കാഷായ വസ്ത്രം ധരിച്ച ആൾക്കാരും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മറ്റ് ലോഹ ധരിച്ച ആൾക്കാര് അക്രമങ്ങളിൽ പെടുന്നില്ലേ, പീഡനങ്ങളിൽ പെടുന്നില്ല, പ്രശ്നങ്ങളിൽ പെടുന്നില്ലേ? അതിന്റെ പേരിൽ ആ വേഷത്തെ നിങ്ങൾ കുറ്റം പറയാറുണ്ടോ? ഈ പർദ്ദ പോലെ തന്നെ കന്യാസ്ത്രീകളോട് വസ്ത്രം ധരിക്കുന്നില്ലേ? അവർക്ക് എന്താണ് പ്രശ്നമില്ലാത്തത്? തിരിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കണം. എന്നിട്ട് എന്താണ് നമ്മുടെ വസ്തുത എന്ന് വ്യക്തമാക്കണം. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകുക വേണ്ടത്. അതാണ് യഥാർത്ഥം ചെയ്യണം. അതിന് പകരം അതിൽ എന്ത് ചെയ്യണമെന്നൊരു ആശയക്കുഴപ്പമാണ് ചില ആളുകൾക്ക് ഇത് തന്റെ ഐഡന്റിറ്റി മൂടി വെക്കാൻ ഒരു കാരണമാകുന്നത്. വേറൊന്നൊരു അൾട്രാ സെക്കുലർ ആയാലേ ഇനി സമൂഹത്തിൽ രക്ഷയുള്ളൂ, പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന് ഒരു തോന്നലാണ്. സെക്കുലർ ആയാൽ പോരാ. എന്താ സെക്കുലർ എന്ന് പറഞ്ഞാൽ? മതനിരപേക്ഷമാവുക. അതായത് എല്ലാ മതങ്ങളുള്ള ഒരു രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത്, അതോട് സഹിഷ്ണുതയോടുകൂടി ജീവിക്കണം. അത് എന്റെ മതം അനുസരിച്ച് എനിക്ക് ജീവിക്കാം, എന്നാൽ മറ്റുള്ള മതങ്ങളെ ഞാൻ നോവിക്കേണ്ടതില്ല. അത്രയേ ഉള്ളൂ. ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാടുമാണ്, അത്രയേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് കയറിപ്പോയിട്ട് ഇസ്ലാമികമായ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഒക്കെ മറ്റുള്ളവർ ചെയ്യുന്നതിലേറെ ആവേശത്തോടു കൂടി ചെയ്യാം. ഇതൊരു അൾട്രാ സെക്കുലർ ആകുക. എങ്കിലും എനിക്കിവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നൽ കൊണ്ടുവരിക. അതേപോലെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇച്ഛക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ന്യായം കണ്ടെത്തലാണ്. അതായത് പൊതുവെ പൈശാചികമായ ഒരു പ്രേരണ മനുഷ്യന്മാർക്ക് ഉണ്ടാവും. സുബൈക്ക് ബാങ്ക് കൊടുക്കുമ്പോ എഴുന്നേൽക്കാൻ പല ആളുകൾക്കും തോന്നൂല. ശൈത്താൻ അവിടെ കിടക്കുന്നാ പറയാം, കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോന്നാ പറയാം. ആ സമയത്ത് അത് ഭേദിച്ചുകൊണ്ട് പുറത്തു വരാൻ കഴിയും അപൂർവ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? സുബൈസ്കാർ അത്ര ഗൗരവമൊന്നുമില്ല എന്ന് ആരെങ്കിലും ന്യായം പറഞ്ഞു തന്നാ അവിടെ കിടന്നുറങ്ങാലോ. അങ്ങനെ അവനാന്റെ ഇച്ഛക്കനുസരിച്ച് ഇപ്പൊ സക്കാത്ത് കൊടുക്കുക, അത് കുറച്ച് കാശ് പോണ കാര്യമാണ്. അപ്പൊ ആരെങ്കിലും ഒരാൾ മസ്ജിദത്ത് ഒരു മസ്തല പറഞ്ഞാല് അതിനൊന്ന് സക്കാത്ത് കൊടുക്കണ്ടാർന്ന അതിന് വിശ്വസിച്ച് കണ്ടുന്ന സക്കാത്ത് അതിന് രക്ഷപ്പെടാൻ മാർഗം. അങ്ങനെ തന്റെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയും ഈ ഒരു അവസ്ഥയിലൂടെ ആളുകൾ പോകുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ പിന്നിലുള്ള അടിസ്ഥാനപരമായ കാരണം എന്താ വെച്ചാൽ അറിവില്ലായ്മ. എന്താ ഇസ്ലാം എന്ന് അറിയില്ല, അതിന്റെ വിശ്വാസം അറിയില്ല, സംസ്കാരമില്ല, അത് പഠിക്കാനൊരു സമയമില്ല. അങ്ങനെയുള്ള ഒരു കൗമായി, ഒരു ആൾക്കൂട്ടമായി ഇന്ന് മുസ്ലിം സമുദായം മാറിക്കൊണ്ടിരിക്കുന്ന വേദനാജനകമായ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. സുഹൃത്തുക്കളെ, ഈ അജ്ഞത നീങ്ങാൻ ചില തിരിച്ചറിവുകൾ നേടുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ നമ്മൾ ഇസ്ലാം പോകും. നമ്മൾ അറിയാതെ പോവുക. ഞാൻ ഇസ്ലാമെന്ന് പോയി നമുക്ക് അപ്പോഴും തോന്നൂല. നമ്മൾ നിസ്കാരം പോലും നിർത്തിയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഇസ്ലാമില്ലാന്ന് തോന്നുക. അതുകൊണ്ട് കൃത്യമായ തിരിച്ചറിവ് വിഷയത്തിൽ നിർബന്ധമാണ്. അതിൽ പ്രധാനപ്പെട്ട തിരിച്ചറിവ്, ഒന്നാമത് ഉണ്ടാകേണ്ട തിരിച്ചറിവ് എന്താന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാമാണ് ശരി, അത് മാത്രമാണ് ശരി എന്ന ഒരു ആത്മാഭിമാന ബോധമാണ് ഒരു വിശ്വാസിക്ക് ഒന്നാമതായിട്ട് ഉണ്ടാകേണ്ടത്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. അവനത്രേ മാർഗദർശനവും യഥാർത്ഥ മതവുമായി തന്റെ റസൂലിനെ അയച്ചിട്ടുള്ളവൻ. എല്ലാ മതങ്ങളുടെയും ആ മതങ്ങളെക്കാളും അതിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാകുന്നു. അത് മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് എത്രമേൽ അവർക്ക് വെറുപ്പുണ്ടായാലും ശരി, ഇസ്ലാം അജയ്യമാണ് എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാട്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകുന്ന മതം ഇസ്ലാം മാത്രമാകുന്നു എന്നാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു ഫഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാതെ അല്ലാഹുവിന്റെ അടുക്കൽ മറ്റൊരു മതവും സ്വീകരിക്കപ്പെടുകയില്ല. അങ്ങനെ ആരെങ്കിലും സ്വീകരിച്ചാൽ അവൻ പരലോകത്തിൽ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കുമെന്നാണ്. മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. ആരെങ്കിലും പ്രതാപം അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനാകുന്നു സർവ്വ പ്രതാപങ്ങളും ഉള്ളത്. അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുന്നവർക്കായിരിക്കുന്നു സർവ്വ പ്രതാപവും സർവ്വ അഭിമാനവും ഉള്ളത് എന്ന് വിശുദ്ധ ഖുർആനാണ് പ്രഖ്യാപിക്കുന്നത്. ഒരു കാര്യമാണ്, ഒരു ആത്മാഭിമാനം, ആ അപകർഷതാബോധം ഒഴിവാക്കുക. ഇത്ര നല്ല ഒരു ദീനിന്റെ ആളുകളാകാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നുള്ള അങ്ങേയറ്റത് ആത്മാഭിമാന ബോധം നമുക്കുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മുസ്ലിം കുടുംബത്തിൽ ജന്മനാ ജനിച്ച് അങ്ങനെ യാന്ത്രികമായി മുസ്ലിം ആയവനും ഇസ്ലാമിനെ പറ്റി പഠിച്ച് പിന്നീട് മുസ്ലിം ആയവരും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം ഉണ്ടാകാൻ കാരണം? അവര് പഠിച്ചിട്ടാ വന്നത്. ഇതാ അവർ മുസ്ലിമായ വാപ്പാക്കും ഉമ്മാക്കും ജനിച്ചതുകൊണ്ടായതാണ്. ഈ ജന്മനാ മുസ്ലിമായി നടക്കുന്ന ആളുകളുണ്ട്, ഇത് പഠിക്കാതെ അവർക്കാണ് ഈ കോംപ്ലക്സ് അങ്ങേ തലക്ക് കയറുന്നത്. എന്നാൽ പഠിച്ച ആളുകളോ ഇവരൊക്കെ തിരുത്താൻ ഊർജവും ആവേശവുമായി കടന്നു വരുന്ന എത്രയോ രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ,
ഈ പ്രതാപം, ഇസ്സത്ത് എന്ന് പറയുന്നത് മറ്റുള്ള മേഖലകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നിന്ദ്യരായി പോവുകയാണ് ചെയ്യും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നോക്കി നിങ്ങൾ, ഇന്നാ കുന്നാ അദല്ല ഖൗമിൻ, നിശ്ചയമായും നിന്ദ്യരായ ഒരു ജനതയായിരുന്നു നമ്മൾ. എന്നാൽ ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അള്ളാഹു നമ്മളെ പ്രതാപമുള്ളവരാക്കി, ഇസ്സത്തുള്ളവരാക്കി. എന്തുകൊണ്ട്? പണം കൊണ്ടല്ല, തറവാട് കൊണ്ടല്ല, സ്വാധീനം കൊണ്ടല്ല, അധികാരം കൊണ്ടല്ല, മറിച്ച് ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ അറിയപ്പെടുന്ന ഒരു ജനതയാക്കി നമ്മളെ മാറ്റി. അള്ളാഹു നമുക്ക് തന്ന ഈ ഇസ്ലാമല്ലാതെ മറ്റൊന്നിലൂടെ നമ്മൾ പ്രതാപം ആഗ്രഹിച്ചാൽ അള്ളാഹു വീണ്ടും നമ്മളെ നിന്ദ്യരാക്കി മാറ്റും. നഊദു ബില്ലാഹ്. ഉമർ റളിയല്ലാഹു പറയാം, ഇസ്ലാം കൊണ്ടാണ് നമ്മൾ എന്തായത് ഇസ്സത്തുള്ളവരായി മാറിയത്. ഇനി ഇസ്ലാമിന് മാറ്റി വെച്ചിട്ട് വേറെ ഏതെങ്കിലും നിലക്ക് നമുക്കൊന്ന് പ്രതാപമുള്ളവരായി മാറാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് വീണ്ടും എന്ത് ചെയ്യും? നിങ്ങളെ നിന്ദ്യരാക്കി മാറ്റും. അപ്പൊ അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി നമ്മൾ എത്ര മയപ്പെടുത്തിയാണ് പല ആളുകളും അത്രയും ചെയ്യണ്ട. അതിനൊരു പ്രത്യേക ടേം തന്നെ ഇപ്പൊ അനുഷ്ഠാന തീവ്രവാദികളും. അനുഷ്ഠാന തീവ്രത എന്ത്? 5 ദിവസം കൃത്യമായിട്ട് നിസ്കരിക്കുക, അതിന്റെ സുന്നത്ത് നിസ്കരിക്കുക, അത് കഴിഞ്ഞുള്ള ദിക്റൊക്കെ ഒന്ന് ചെല്ലുക, സുന്നത്ത് നോമ്പൊക്കെ ഒന്ന് ഒൽക്കുക, തുണിയൊന്ന് എരിയാണിക്കൊന്ന് കയറ്റിയെടുക്കുക, ഒരു താടിക്കൊന്ന് നീട്ടുക. അപ്പോഴേക്ക് എന്തായി? ഓന് കുറച്ച് ഏറെ. കല്യാണം ആലോചിക്കുമ്പോ അത്ര വേണ്ട അല്ലേ? തുടങ്ങിയിട്ടില്ലേ? ഏറെ എന്താ ഏറെ? ഇതിലെന്താ ഏറെ ഉള്ളത്? അതായത് ഇസ്ലാമിലുള്ളത് ചെയ്താൽ അത് ഏറെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരെ തൃപ്തി കിട്ടാൻ വേണ്ടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എത്ര വരുത്തിയാലും ശരിക്കും ആയത്ത് കേട്ടോളൂ. ഞാൻ ഓതി വെച്ച ആയത്ത് ഇത് പഠിക്കും വേണം. 2-ാം അധ്യായം 120-ാമത്തെ ആയത്താണ്. വലൻ തർലാ അൻകൽ യഹൂദു വലൻ നസ്വാറാ ഹത്താ തത്തബിഅ മില്ലതഹും. വലൻ തർലാ, ഒരിക്കലും തൃപ്തിയാകാൻ പോണില്ല, അൻകൽ യഹൂദു വലൻ നസ്വാറാ, ആ യഹൂദികൾക്കും നസാറാക്കൾക്കും തൃപ്തിയാകൂല. ഏതുവരെ? ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ മില്ലത്തിൽ, അവരുടെ മതത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടാണ് ചേർന്ന് കൊടുക്കുന്നത് വരെ തൃപ്തിയാവൂല. ഇത് ഇവിടെ നിൽക്കൂല, ഈ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നിൽക്കൂല. അതെത്ര നിങ്ങൾ ചെയ്യണോ അതൊന്നും അവർക്ക് തൃപ്തിയാവൂല. അവസാനം എന്താകണം? അവർ ചെയ്യുന്ന എല്ലാ വിശ്വാസവും സ്വീകരിച്ചെങ്കിലേ അവർക്ക് എന്താവുള്ളൂ തൃപ്തി. അപ്പൊ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആരും ചെയ്യണ്ടാണ്. ഇപ്പൊ മുസ്ലിം നമ്മുടെ സാമൂഹ്യ പരിസരത്തിന് തെളിവല്ലേ? ഈ അടുത്തൊരു 2-3 ആഴ്ചകളായിട്ട്, മാസങ്ങളായിട്ട് ഉണ്ടായ വിവാദം എന്താ? മുസ്ലിം നാമം മാത്രമുള്ള ഇസ്ലാം വിരുദ്ധ, ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ഇഷ്ടം പോലെ. ഇതിൽ പ്രമുഖനായ ഒരു വ്യക്തി ഉണ്ടായി. അദ്ദേഹത്തിന് മുസ്ലിം നാമമാണല്ലോ. അദ്ദേഹം തന്നെ പറയും, ഞാൻ പരലോകത്തിനും മറ്റു വിശ്വാസത്തിനും മതപരമായ കാര്യങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല, അതിനു വേണ്ടിയാണ് ജീവിക്കും പ്രസംഗിക്കും ഒക്കെ ചെയ്തത്. പക്ഷെ അദ്ദേഹത്തെ വരെ ആ പേരുള്ളത് കൊണ്ട് ഇന്ന് വേട്ടയാടുന്നത് എന്താ? ഒരു മുസ്ലിങ്ങളുടെ അവകാശത്തിന് വേണ്ടി അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം ജിഹാദിയാണ്. അദ്ദേഹം ജിഹാദിയാണ്, നാമം മാത്രമേ ഉള്ളൂ. ആ നാമം വരെ പ്രശ്നമാണ് ഇവിടെ. നിങ്ങൾ ആലോചിച്ചു, സിനിമാ ഫീൽഡിൽ ഉള്ള ചില ആളുകൾ, സിനിമാ നടിമാര് വിവാദമാണ് സമൂഹത്തിൽ. അവര് സിനിമാ ഫീൽഡിലാണ്. അവർ ഇസ്ലാമിന്റെ ഒരു ഷിയാറ് പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ ആ പേര് മാത്രം ഉള്ളത് കൊണ്ട് അവിടെ സിനിമാ ഫീൽഡിൽ ജിഹാദ്, സിനിമാ ജിഹാദ്, പേര് മാത്രം മതി. ഞാൻ പറയണത്, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നിന്നാലും പേരടക്കം ഒഴിവാക്കി കൊടുത്താലും പിന്നെ ബാക്കി ഉണ്ടാവും. എന്നാലും എക്സ് മുസ്ലിംന്നേ പറയൂ. ഇസ്ലാം വിട്ടുപോയ ആൾക്കാരെന്താ വിളിക്കുക? എക്സ് മുസ്ലിംന്നേ വിളിക്കൂ. അതിൻ്റെ ഉള്ളിലേക്കാണ് കയറൂല. അതുകൊണ്ട് ആ മറ്റുള്ള ആളുകൾക്കനുസരിച്ച് വേഷം കെട്ടാനും മാറിക്കൊടുക്കാനും നിന്നാൽ നമ്മൾ നമ്മളല്ലാതായി മാറും. നമ്മൾ വെള്ളത്തിലിട്ട് ഐസ് പോലെയായി മാറും. ഒരിക്കലും സുഹൃത്തുക്കൾ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ആൾക്കാർ പറയാനെന്ന് വെച്ചാൽ, നമ്മളൊരു ബഹുമത സമൂഹത്തിലല്ലേ, കുറെ ആളുകളും കുറെ വിശ്വാസങ്ങളും ഒക്കെ ഉള്ള നാട്ടിലല്ലേ. അപ്പൊ അവിടെ ജീവിച്ചു പോണ്ടേ, കാര്യം നടക്കണ്ടേ. ആൾക്കാരൊക്കെ പാടെ വെറുപ്പിച്ചാൽ നമുക്ക് കാര്യങ്ങളൊന്നും നടക്കൂല. ഇങ്ങനെയുള്ള ന്യായം പറഞ്ഞിട്ടാണ് പിന്നെ ഇസ്ലാമിന്റെ ഷിയാറുകളും വിശ്വാസങ്ങളും ഒക്കെ ആൾക്കാർ മാറ്റുന്നത്. എന്നാല് അങ്ങനെ മാറ്റാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഹദീസ് കേൾക്കാം. എന്താ ഹദീസ്? മനിൽ തമസരില്ലല്ലാഹ് ബിസഖ്തിന്നാസ് കഫാഹുല്ലാഹ് മുഅ്നതന്നാസ്. എന്താർത്ഥം? മനിൽ തമസ്, ആരെങ്കിലും അന്വേഷിക്കുന്നുവെങ്കിൽ, റിളല്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി. എങ്ങനെ? ബിസഖ്തിന്നാസ്, ജനങ്ങളുടെ കോപം വകവെക്കാതെ. ജനങ്ങൾക്ക് ഇഷ്ടമല്ല നമ്മളാ ചെയ്യുന്നത്, പക്ഷെ ജനങ്ങൾ എന്നെ വെറുത്താലും വേണ്ടില്ല, അള്ളാന്റെ തൃപ്തിയാണ് എനിക്ക് പ്രധാനം.
എന്ന മുൻഗണനാക്രമം ഒരാൾ സ്വീകരിച്ചാൽ കഫാഹുല്ലാഹു മുഅ്നതൻ നാസ്, ജനങ്ങളിൽ നിന്ന് സംരക്ഷകനായി അവൻ അല്ലാഹ് ഉണ്ടാവുന്നു. എന്താ ഇതിന്റെ ബലം നോക്കിയ, ശക്തി നോക്കിങ്ങൾ. അതായത് ഇസ്ലാമികമായ ഒരു വിശ്വാസം, ഒരു ആചാരം, ഒരു സംസ്കാരം, ഒരു വേഷം, ഒരു ഷിയാർ, അത് സ്വീകരിച്ചതിന്റെ പേരിൽ തീവ്രവാദി ചേരെ എന്ന് പറഞ്ഞ് നാട്ടുകാർ കളിയാക്കിയാൽ, ആളുകളുടെ കോപവും വെറുപ്പും അതിന്റെ പേരിൽ എനിക്ക് നേരിടേണ്ടി വന്നാലും എനിക്ക് എന്റെ റബ്ബിന്റെ തൃപ്തിയാണ് പ്രധാനം എന്നൊരാൾ തീരുമാനിച്ചുറപ്പിച്ചു നിന്നാൽ അള്ളാഹ് പറയണത് അവന്റെ കാര്യം ഞാൻ ഏറ്റു, അവനെ ഞാൻ സംരക്ഷിക്കും. പിന്നെന്താ പിന്നെ വേറെ പ്രശ്നം എന്താ ഉള്ളത്? ഞാൻ എതിര് നോക്കിങ്ങള്. എന്നാൽ ആരെങ്കിലും ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ ആരോട് കോപിച്ചുകൊണ്ട്? അള്ളാഹിനോട് കോപിച്ചുകൊണ്ട്. പടച്ചോം അതൊക്കെ മരിച്ചു എന്നിട്ടല്ലേ, അതൊക്കെ പരലോകത്തല്ലേ, ഇവിടെ ജീവിച്ചു പോണ്ടേ. അപ്പൊ അള്ളാഹ് കോപിച്ചാലും വേണ്ടില്ല, എനിക്ക് ജനങ്ങളെ തൃപ്തിയാണ് പ്രശ്നം. എനിക്കെന്റെ വാപ്പ പറയുന്നതാണ് പ്രധാനം, എനിക്കെന്റെ പെണ്ണുങ്ങൾ പറയുന്നതാണ് പ്രധാനം, എനിക്കെന്റെ നാട്ടുകാർ പറയുന്നതാണ് പ്രധാനം, എന്റെ കോവർക്കേഴ്സ് പറയുന്നതാണ് പ്രധാനം, പടച്ചോന്റെ നിയമമൊന്നും എനിക്ക് പ്രധാനമല്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നതിനോ പടച്ചോ ഓനാണ് കൈവിട്ടിങ്ങാണ്ട് ജനങ്ങൾ കണ്ട് ഏൽപ്പിച്ചു കൊടുക്കും. അള്ളാന്റെ ഒരു സംരക്ഷണം ഉണ്ടാവും. പിന്നെ കാറ്റിലിങ്ങനെ ആടുന്ന ഇല പോലെയൊക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ഈ ദീനിൽ ഉറച്ചു നിന്നാൽ നമുക്ക് അള്ളാന്റെ കാവലുണ്ടാവും. അല്ലെങ്കിൽ നമ്മക്ക് പൈസ ഉണ്ടാവുമ്പോ എല്ലാവരും നമ്മളെ പിന്നാലുണ്ടാവും. ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ കണ്ടില്ല നിങ്ങള്, ആ ഇന്നോവയിൽ നിറച്ച ആളാവും. ഒരു മാസം ഉണ്ടാവും. അത് ഹോട്ടലിലെ ബില്ലും അതുപോലെ തന്നെ അവർക്ക് ഡ്രസ്സും എല്ലാ സംഗതി ഇപ്പൊ ഇങ്ങനെ കൊടുക്കുന്നോണ്ട് എല്ലാവരും വണ്ടി കയറും. അത് പിന്നെ അവന്റെ കയ്യത്തെ കാശാണ് പോയാൽ പിന്നെ വണ്ടിയിൽ ആരും കയറില്ല. അത്രേ ഉള്ളൂ മനുഷ്യന്മാരുടെ അവസ്ഥ. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് നല്ലോണം പടച്ചോന്റെ ഒരു പിന്തുണയാണ് നമുക്ക് വേണ്ടത് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പിന്നെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ ഇച്ഛയ്ക്ക് കീഴ്പ്പെട്ടാൽ പടച്ചോ നമ്മളെ കൈവിടും. നേരത്തെ ഞാൻ ഒരു ആയത്തിന്റെ ബാക്കി നോക്കിങ്ങൾ. അറിയുക, അള്ളാഹുവിന്റെ മാർഗദർശനമാകുന്നു ശരിയായ മാർഗദർശനം. ശരിയായ അറിവ് വന്നു കിട്ടിയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇച്ഛയുടെ പിന്നാലെ പോവുകയാണെങ്കിൽ അറിയുക, അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് ഒരു സംരക്ഷകനും അവനുണ്ടാവില്ല, ഒരു സഹായി ഉണ്ടാവില്ല. വളരെ കൃത്യമാണ് വിശുദ്ധ ഖുർആന്റെ വാക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ കാര്യം മനസ്സിലാക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ പറഞ്ഞു വെച്ചാലും ആളുകൾ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ പറയണത് ശരിയാണ്, പക്ഷെ ഈ കാലത്ത് ഇതൊന്നും നടക്കൂല. നമ്മളെ കാലം അതിന് പറ്റിയതല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നമ്മളെ കാര്യങ്ങളിലൊക്കെ ചെയ്തെങ്കിലേ ഇനി ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. ഈ കാലം പ്രശ്നമാണ്. ഇത് ഇസ്ലാമോഫോബിക്കിന്റെ പരിസരമുള്ളതാണ്. ഇത് മുസ്ലിം വേട്ട നടക്കുന്ന കാലഘട്ടമാണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിലും പ്രയാസമുള്ള ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ചരിത്രത്തിൽ കാണാൻ പറ്റും. എന്നിട്ടും അവർ സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെക്കാതെ തന്നെയാണ് ആ സന്ദർഭങ്ങളിലൂടെ ഒക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. ജീവനാണല്ലോ ഏറ്റവും വലിയ ഭീഷണി, അല്ലെ? മനുഷ്യന് ഭീഷണിയാണ് എന്താ ഏറ്റവും വലിയ ഭീഷണി? എന്നെ കൊല്ലുന്ന് പറയാനാണ്. അല്ല, അപ്പുറം എന്താ ഭീഷണികൾ? അങ്ങനെ വധിക്കും. ജീവന് ഭീഷണി ഉണ്ടായിട്ട്, സ്വത്തിന് ഭീഷണി ഉണ്ടായി, നാട് വിടേണ്ടി വന്നിട്ട് എന്തിനാ മക്കീന്ന് മദീനത്ത് പോയി? എന്തിനാ ഹിജറ പോയി? അതാ വിശ്വാസം ബലി കഴിച്ചില്ല അവര്. അതൊക്കെ പോവുകയാണ്. ഞങ്ങൾക്ക് വിശ്വാസമാണ് പ്രധാനം, അല്ലെ? എത്ര ആള് ഷഹീദായി? എന്തിനാ ഷഹീദായത്? ആ വിശ്വാസം അഴിച്ചു വെച്ചാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോകുമ്പോ, കല്ല് നെഞ്ചത്ത് കയറ്റി വെച്ച് ചുടുകട്ടയിലൂടെ മൺകവ വലിച്ചു കൊണ്ടുപോകുമ്പോ അദ്ദേഹം അവിടെ വെച്ചും അവസാന ശ്വാസത്തിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഹദ് 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 എന്ന്, അല്ലാഹ് ഏകനാണ്, അല്ലാഹ് ഏകനാണ്, ഞാനത് ആ വിശ്വാസക്കാരനാണ് എന്നാണ്. ആ പറയും തോറും ആ ചാട്ടവാറ് കൊണ്ട് അടി കിട്ടുന്നു. അഡ്ജസ്റ്റ് ചെയ്തു. ആ ബുദ്ധിമുട്ട് എവിടെ നമുക്ക് ഇവിടെ ഉള്ളത്? അത്ര പ്രയാസം എവിടെ ഉള്ളത്? എന്നിട്ട് അപ്പോഴേക്ക് നമ്മളൊക്കെ അയച്ചു വെച്ചാൽ എന്ത് മുസ്ലിമീങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. മക്കയിലെ പീഡനം സഹിക്കാതെ അബീസീനിയയിലേക്ക് അഥവാ എത്യോപ്യയിലെ ക്രൈസ്തവ രാജാവായിരുന്ന നജ്ജാഷിയുടെ അടുത്തേക്ക് ഹിജറ പോയ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഈ ഘട്ടത്തിൽ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. അവരെ തിരികെ പിടിക്കാൻ മക്കയിലെ ഖുറൈശികള് ആ നജ്ജാഷി രാജാവിന്റെ അടുക്കലെത്തി. അവിടെ ജഅഫർ ഇബ്നു അബീ താലിബ് എത്തിയിട്ടുണ്ട്, അവരും കൂട്ടിലെത്തിയിട്ടുണ്ട്. അവരെ വിട്ടേരണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ മുസ്ലിങ്ങളെ രാജാവിന്റെ മുന്നിൽ ഹാജരാക്കി. ക്രിസ്ത്യാനിയായ രാജാവിന്റെ മുന്നിൽ നിൽക്കുമ്പോ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മറച്ചു വെക്കുകയല്ല ജഅഫർ ബിൻ അബി താലിബ് ചെയ്തത്. മറിച്ച് രാജാവ് ചോദിച്ചപ്പോ, വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചപ്പോ, ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നിർഭയമായി വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയമിലെ വാചകം ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ ക്രിസ്ത്യാനികളുടെ വിശ്വാസം? എന്താ? ഈസാ നബി ദൈവപുത്രനാണ് അല്ലേ? എന്നാ രാജാവിന്റെ മുമ്പിൽ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ആ ഒരു വിഷയത്തിൽ നിന്ന് ഗണ്ണിക്കണ്ടെന്നാണോ വിചാരിച്ചത്? അല്ല. നോക്കി നിങ്ങൾ, കാല ജഅഫർ റളിയല്ലാഹു അൻഹു അൻ ഈസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ എന്താ? ഹുവ അബ്ദുല്ലാഹ്. എന്താണ് ആ പ്രഖ്യാപനം? ഹുവ അബ്ദുല്ലാഹ്, ഈസാ നബി ഞങ്ങൾക്ക് അള്ളാന്റെ അടിമയാണ്. നിങ്ങൾക്ക് ദൈവപുത്രനാണെങ്കിൽ ഞങ്ങൾക്കാരാ? അള്ളാഹുവിന്റെ അടിമയാണ്. വറസൂലുഹു, അദ്ദേഹം ദൈവദൂതനാണ്. വറൂഹുഹു, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള റൂഹാണ്. വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം അൽ ബതൂൽ, കന്യകയായ മറിയമിലേക്ക് അവൻ ഇട്ടുകൊടുത്തിരിക്കുന്ന ഒരു വചനവുമാകുന്നു അത്. കൃത്യമായിട്ടാണ് പറയുന്നത്. തടി പോവുകയാണെങ്കിലും കുഴപ്പമില്ല, ആ കൃത്യമായ ആശയമാണ് പറയാൻ. ആലോചിച്ച് നിങ്ങൾ, ഇതാ ചരിത്രം. ഈ ചരിത്രമുള്ള ആൾക്കാരാണ് പറയുന്നത് എന്ത്? നിസ്സാരമായ ചില പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് നിന്ന് കൊടുക്കുക. നമ്മളിത് പറഞ്ഞാൽ എന്താ തോന്നുക? നമ്മളെ ഇസ്ലാമികമായ ഐഡന്റിറ്റി, ഒരു അവകാശം, നമ്മൾ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന ഒരു അവകാശം, അത് ചോദിച്ചാൽ കുഴപ്പമാണ് ഇവിടെ, അത് ചോദിച്ചാൽ പ്രശ്നമാണ് ഇവിടെ. അപ്പൊ ചോദിക്കണ്ട. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ എങ്ങനെയാണ് നമ്മൾ ഇവിടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക? ഈ ഇന്ത്യയിലേക്ക് വന്ന് നോക്കി, ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക്. ആ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിര പോരാളിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന മൗലാന അബുൽ കലാം ആസാദ്. ഞാൻ അപ്പുറം വേറൊരാൾ വേണ്ടല്ലോ. ഇന്ത്യയുടെ ബഹുസ്വരതയും ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വവും ഇന്ത്യയുടെ വൈവിധ്യങ്ങളും ആ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം അനുഭവിച്ച തിക്താനുഭവങ്ങളും ത്യാഗത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുപോയ മഹാരഥനായിരുന്നു അബുൽ കലാം ആസാദ്. ആ ആസാദിന്റെ ഒരു പ്രസംഗമുണ്ട്. 1940 കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുത്ത ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇതാ ഞാനൊരു മുസ്ലിമാണ്, ആ പാരമ്പര്യത്തിൽ ഞാനിതാ അഭിമാനിക്കുന്നു. ഇസ്ലാമിന്റെ 13 നൂറ്റാണ്ടുകാലത്തെ മഹത്തായ സംസ്കാരവും ചരിത്രവും എന്റെ പക്കലുണ്ട്. അതിന്റെ ഒരു ചെറിയ അംശം പോലും കൈവിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. ഞാനൊരു മുസ്ലിമായിരിക്കുന്നത് പോലെ തന്നെ ഇന്ത്യക്കാരനാണെന്നതിൽ ഞാനിതാ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. ഇന്ത്യൻ ദേശീയതയുടെ അവിഭാജ്യമായ ഘടകം കൂടിയാണ് ഞാൻ. ഇത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അധ്യക്ഷ പദവിയിലേക്ക് കടന്നു വരുന്നത്. നയം വ്യക്തമാക്കിക്കൊണ്ടാണ്, അല്ലാതെ ചാഞ്ഞും ചെരിഞ്ഞു നിന്നുകൊണ്ടല്ല. ഇന്ത്യയെ ഭരിച്ചിരിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കന്മാരും കടന്നുപോയി. ആ വഴിയൊക്കെ മണ്ണിട്ട് മൂടി വേറെ ഒരു സംസ്കാരം കൊണ്ടുവരണം. എന്ത്? എല്ലാരും ചെയ്യണ പോലെ ഞാനും ചെയ്യാം. ഈ വെള്ളത്തിൽ, ഈ പുഴയിൽ ഞാനും ഒഴുകിപ്പോകാം. അത് അവസാനം സമുദ്രത്തിലേ എത്തുള്ളൂ. ഒരിക്കലും നമുക്ക് നിലനിൽക്കാൻ സുഹൃത്തുക്കളെ കഴിയും. പിന്നെ മറ്റു മതക്കാർക്ക് എന്ത് തോന്നുന്നതാണ് പല ആൾക്കാരും ബേജാറ്. ഒന്നും തോന്നില്ല. അവരൊക്കെ അതില് വർഗീയത മനസ്സിലുള്ള ആളുകൾക്ക് തോന്നുമെന്നല്ലാതെ സാധാരണ മറ്റു മതവിശ്വാസികളായി നടക്കുന്ന ആളുകൾക്ക് അവർക്ക് അവരെ മതം, നമുക്ക് നമ്മളെ മതം, അതിനെന്താ അവർക്ക് പ്രശ്നം? ആർക്കും ഒരു വിഷമവും കൂടെ ഉണ്ടാവില്ല. അതൊക്കെ വെറുതെ തോന്നലാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മുസ്ലിം ആവുക, അതോടൊപ്പം ഈ രാജ്യത്തെ പൗരനാവുക, നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അവസാനം മരിച്ചു പോകുമ്പോൾ നമ്മൾ ഈ പഴച്ച വിശ്വാസത്തിലായിരിക്കും മരിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാണ്.